മാസപ്പടി കേസില് വീണ വിജയനെതിരായി SFIO കുറ്റപത്രം കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. എറണാകുളം ജില്ലാ കോടതി കൊടുത്തിട്ട് അത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7 അത് ഫയലാക്കി. ഇവിടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്ന കോടതിയാണിത്. വീണ വിജയനെ പ്രതിയാക്കി കുറ്റച്ചാർജ് കൊടുത്തു എന്ന് വാർത്ത വരുന്നുണ്ട്. അതിനകത്തുള്ള ഒഫൻസ് കോർപ്പറേറ്റ് ബോഡിയിലെ 447 കമ്പനികാര്യ ചട്ടം 447 വകുപ്പ്. 6 മാസം മുതൽ 10 വർഷം വരെ തടവെന്നൊക്കെ പറയുന്നെങ്കിലും കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവിടുത്തെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പണം കൊടുത്താൽ ആ കമ്പനി വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ക്രെഡിറ്റേഴ്സിന് പണം കൊടുത്തില്ലെങ്കിൽ ആണ് 447 വകുപ്പ് കമ്പനി ആക്ട് പ്രകാരം വിനിയോഗിക്കുന്നത്. ഇപ്പം അവർ ചെയ്തിരിക്കുന്ന കുറ്റം 447 ആണ് എന്നാണ് കുറ്റച്ചാർജ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിലോട്ട് അത്ര വിശ്വാസം വരുന്നില്ല. 447 എന്ന് പറയുമ്പം കമ്പനിയിലെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അവിടെ നിക്ഷേപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം പണം കൊടുത്ത ശേഷം മാത്രമേ 447 വകുപ്പ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ 448 ഒഫീഷ്യൽ ലിക്വിഡേഷൻ ആ കമ്പനിക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലിക്വിഡേഷന് കമ്പനി ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കമ്പനീസ് ആക്ട് 448 പ്രകാരമാണ്, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ വിജയനെതിരായിട്ട് ഒന്നും ചെയ്യാൻ ഒക്കില്ല. അതേസമയത്ത് ഈ ഏത് പ്രശ്നം ഉണ്ടായാലും ശരി, ഒരു കമ്പനി ആക്ടിനകത്ത് ഏത് പ്രശ്നം ഉണ്ടായാലും 390 വകുപ്പ് അനുസരിച്ച് അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ടു കോംപ്രമൈസ് ദ മാറ്റർ, അതിനും വകുപ്പ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് അത്ര ഗുരുതരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് ഒരു സേവനം ചെയ്യാതെയാണ് പണം കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്താണ് സേവനം ചെയ്യണമെന്ന് എവിടാ പറഞ്ഞിരിക്കണേ? കമ്പനി ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഓഫ് ഫണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്പനി 2 കമ്പനി യോജിപ്പിലാണ്, അത് ലിമിറ്റഡ് കമ്പനിയാണ്, അതിനകത്ത് വേറെ അവർക്ക് പരാതി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിക്കാർ ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ പരാതി ഇല്ലെങ്കിൽ അതിനകത്തൊരു നടപടി എടുക്കാനായിട്ട് SFIOക്ക് കഴിയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം കമ്പനീസ് ആക്ട് അനുസരിച്ച് അത് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള അധികാരം കമ്പനിയുടെ അധികാരികൾക്കുണ്ട്. അതേസമയത്ത് അവിടെ ക്രെഡിറ്റ് ആയിട്ട് പണം എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്, അതൊക്കെ കൊടുത്തു തീർക്കണമെന്നുള്ളൂ. അപ്പൊ ഏത് കമ്പനിയും ലിക്വിഡേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. വീണ വിജയന്റെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. എന്നാലും ആ കമ്പനിയിലേക്ക് ശശിധരൻ കർത്തായുടെ CMRന്റെ കമ്പനിയിൽ നിന്നാണ് പണം വീണ വിജയന് പോയിരിക്കുന്നത്. CMRലിന് പുറമെ എംപവർ ഇന്ത്യ എന്നും പണം പോയിട്ടുണ്ട്. അത് SFIOയുടെ കുറ്റകൃത്യത്തിന്റെ പരിധി വരുന്നുണ്ടോ എന്ന കാര്യം മാത്രമാണ് ഇനി നോക്കേണ്ടത്. അപ്പൊ 2 ഭാഗത്തു നിന്നാണ് വീണ വിജയന് പണം വന്നിരിക്കുന്നത്. അതൊന്നും ഒരു കമ്പനിയുടെ ആക്ടിന്റെ റൂൾ അനുസരിച്ചാണ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കുറ്റമായിട്ട് പറയാൻ ഒക്കില്ല. വീണ വിജയന് കിട്ടിയ പണം അത് ഒരു സേവനം ചെയ്യാതെയാണ് ആ പണം കിട്ടിയത്, അതൊരു ഒഫൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. സേവനം ചെയ്യാതെ എത്രയോ പേർക്ക് പണം കൊടുക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും കർത്തായുടെ കമ്പനി പണം കൊടുത്തതായിട്ട് ധാരാളം കാണുന്നുണ്ട്. അതിനൊക്കെ എന്താണ് ഓഫൻ? രാഷ്ട്രീയക്കാർക്ക് പണം വാങ്ങിക്കാമല്ലോ, ആർക്ക് വേണേലും കൊടുക്കാം, രാഷ്ട്രീയക്കാരുടെ മക്കൾക്കോ ആർക്കും വേണേൽ പണം കൈപ്പറ്റാം, അതിന് തടസ്സമില്ല. അതേസമയത്ത് കമ്പനി അവർക്ക് പണം കൊടുത്തിട്ട് അവരെ കളിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ഓഫൻസ് വരുന്നത്. ഇതിനെ സംബന്ധിച്ച് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം കൊടുത്തു, അത് 2,72,00,000 രൂപ കൊടുത്തതായിട്ടാണ് പറയുന്നത്. അതേസമയത്ത് എംപവർ ഇന്ത്യ കമ്പനിയിൽ അവിടെ നിന്നും പണം പോയിട്ടുണ്ട്, 2 ഭാഗത്തു നിന്നും പണം പോയിട്ടുണ്ട്. ഇതൊന്നും 447 വകുപ്പിന്റെ പരിധി വരുവോ ഇല്ലെന്നുള്ളതാണ്. കമ്പനീസ് ആക്ട് 447 ആരെങ്കിലും പരാതി കൊടുക്കണം, അതുണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമനുസരിച്ചുള്ള കുറ്റച്ചാർജ് തയ്യാറാക്കിയെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കുറ്റമായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഒഫീഷ്യൽ ലിക്വിഡേഷന് തീർച്ചയായിട്ടും വീണ വിജയന്റെ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു 448 നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വീണ വിജയനെ ആരും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. വീണ വിജയനെ ആ കേസിനകത്ത് അപ്പീർ ചെയ്യും, അവരുടെ വക്കീലുണ്ടാവും. അതിപ്പോൾ ഡൽഹിയിലെ ആ കേസിനകത്ത് എന്താ തീരുമാനം വരുന്നത് നമുക്കറിയത്തില്ല. ഡൽഹിയിലെ ഏതായാലും ആ കേസ് ഇവരുടെ ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്യാത്തതുകൊണ്ടാണ് കുറ്റച്ചാർജ് ഇപ്പം കൊടുക്കാൻ സാധിച്ചത്. എങ്കിൽ തന്നെയും അതിലൊരു ആർഗ്യുമെന്റ് നടക്കേണ്ടതുണ്ട്. കാരണം ഇത് ഈ SFIOയുടെ കുറ്റകൃത്യത്തിനകത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതും കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അത് SFIO
അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കുന്ന കോടതിയാണ്. അതിനകത്തൊരു കുറ്റമില്ല എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ ആ കേസ് വിട്ടുപോകും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വാർത്താ പ്രാധാന്യം വീണ വിജയന് ഉണ്ടായെങ്കിലും അതിനകത്ത് ഈ കേസിന്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിയുമ്പം വലിയൊരു ഒഫൻസ് ചെയ്തതായിട്ട് അവരെ ശിക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.